ഹാപ്പി ബൈജു യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് കുറുമ്പംകുന്ന് ടൗൺ ഹാളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ കുറച്ച് ലേഡീസ് പുറകിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ സുംബ ഫിറ്റ്നസ് ക്ലാസ്സിലാണ് ഇവർ. അപ്പോൾ ഇവരിപ്പോൾ ഒരു 2 മാസത്തോളമായി സുംബ ഫിറ്റ്നസ് ക്ലാസ് പഠിച്ചു വരുന്നത്. അപ്പോൾ ഇവരോട് തന്നെ ഇവർക്ക് ഉണ്ടായ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്താണെന്നുള്ളത് ഇവരോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഹായ്, നമസ്കാരം. എന്തോ ഒരു നല്ലൊരു ചിരിതായി എല്ലാവരും. ഹാപ്പി. ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് ആതിര. ആൽമിക. ഇവിടെ ആതിര ഇവിടെ തന്നെയാണ് വീട്? അതെ. ഇപ്പൊ എത്ര മാസമായി ഈ സുംബ ഫിറ്റ്നസ് ക്ലാസ്? 2 മാസം. എനിക്ക് തോന്നുന്നു UK കൈകൊട്ടിക്കളിയിലെ ഒരു താരം കൂടിയാണ് നിൽക്കുന്നത്. ഫസ്റ്റ് പ്രൈസ് മേടിച്ച താരം കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ 2 മാസക്കാലം വന്നിട്ട് എന്താണ് നിങ്ങൾക്കുണ്ടായ മാറ്റം? ഒരു മെന്റൽ റിലാക്സേഷൻ ആണ് ഏറ്റവും കൂടുതൽ. എല്ലാവരും ഗ്രൂപ്പായിട്ട് വന്ന് ചെയ്യാനും ഒക്കെ സന്തോഷമാണ് ചെയ്യണത്. അതുകൊണ്ട് അതാണ് മെയിൻ കാര്യം. പിന്നെ ഫിറ്റ്നസും ഓക്കെയാണ്. സുംബ ഡാൻസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വല്ല പ്രത്യേകത നിങ്ങൾക്ക് തോന്നിയോ? സുംബ ഡാൻസ് പഠിക്കുമ്പോൾ നമുക്ക് ബോറടിക്കില്ല. എനിക്ക് കുറച്ചുകൂടി പാട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഒട്ടും ബോറടിക്കില്ല. ഫിറ്റ്നസ് എന്തെങ്കിലും ബോഡിയുമായിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ? ബോഡി ഇതായിട്ടും ഓക്കെയാണ്. എനിക്കങ്ങനെ ശാരീരിക പ്രശ്നങ്ങളൊന്നും അധികം ഇല്ല. അത് മനസ്സിലായി. കൈകൊട്ടി കണ്ടപ്പോൾ തകർത്ത് ആടുന്നത് കണ്ടായിരുന്നു. ഓക്കെ, നീ അടുത്ത ആളുടെ പേര് പറഞ്ഞോളൂ. ജിസ്ന. വീട് കുറുമ്പംകുന്ന് തന്നെ. നല്ല ക്ലാസ്സാണ്. ഹാപ്പിയാണ്. എത്ര മാസമായി ഇപ്പോൾ വന്നിട്ട്? 2 മാസമായി. എന്തെങ്കിലും പ്രത്യേകത എടുത്ത് പറയാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ? ബോഡിയിൽ അത്ര മാറ്റങ്ങളായിട്ടില്ല. ഹാപ്പിയാണ്. എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾ. അതല്ലേ. ഓക്കെ, താങ്ക് യു. അടുത്ത് പുറകിൽ ഒരാൾ ഒളിച്ചിട്ടുണ്ടല്ലോ. പേര് പറഞ്ഞോളൂ. രാഗി. എത്ര മാസമായി സുംബ ക്ലാസ്സിൽ? 2 മാസം. എന്ത് പറയുന്നു? ഞാനിപ്പോൾ ചോദിച്ചുകൊണ്ട് പറയണതല്ല, നിങ്ങളുടെ അഭിപ്രായം. നിങ്ങൾക്ക് എന്തായാലും സത്യസന്ധമായിട്ട് നല്ല മാറ്റമുണ്ട്. ഹാപ്പിയാണോ? എങ്ങനെ ഡാൻസ് ഒക്കെ ഇപ്പൊ ചെയ്തിട്ട് എന്തെങ്കിലും ബോഡിയിൽ വല്ല വ്യത്യാസങ്ങളോ അസുഖങ്ങളോ? ഏതാ ഉഷാർ തോന്നുന്നുണ്ട്. ഓക്കെ. തൈറോയിഡിന്റെ അതല്ലേ നോർമലായി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി ചേച്ചിയുടെ പേര് എന്താണ്? ലീനി. വീട് ഇവിടെ തന്നെ. ഇപ്പൊ എത്ര മാസമായി ക്ലാസ്സിൽ വന്നു? 2 മാസം. എന്ത് വ്യത്യാസമാണുള്ളത് ഇന്ന് 2 മാസം ചെയ്തിട്ട്? ഇവിടുത്തെ അഭിപ്രായം? എനിക്ക് നല്ല ഒരു ഉഷാറായിട്ട് തോന്നുന്നു. ഞാൻ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചാടിയൊക്കെ ഇതാക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നല്ലൊരു ഉന്മേഷം തോന്നുന്നുണ്ട്. മാനസികമായിട്ട് നല്ല സന്തോഷമുണ്ട്. ഹാപ്പിയാണ്. ഓക്കെ, അതാണ് ലക്ഷ്യം. ഓക്കെ, മോളുടെ പേര് പറഞ്ഞോളൂ. വീട് ഇവിടെ തന്നെയാണ്. 2 മാസമായി. നല്ല മാറ്റങ്ങളുണ്ട്. കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു. ആ മടിയൊക്കെ പോയി. അപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. ഹെൽത്തി ആവുള്ളൂ. അതിന് കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. പറഞ്ഞോളൂ ചേച്ചിയുടെ പേര്. ഷീജ സുരേഷ്. ഞാനിവിടെ വന്നിരുന്നതാണ്. പിന്നെ കുറച്ച് നാൾ എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് കാരണം വരാൻ പറ്റാണ്ടേ. വീട്ടിൽ കുറച്ച് സാഹചര്യങ്ങൾ, കുട്ടിയുടെ പ്രശ്നമായിട്ട് ട്യൂഷൻ വിടാൻ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് വരാൻ പറ്റാണ്ടായപ്പോൾ പിന്നെ ബുദ്ധിമുട്ടുകളായി, വേദനയും കാര്യം ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ വീണ്ടും ഞാൻ ഇത് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു. ഇപ്പൊ എത്ര മാസമായി? 2 മാസമായി. ക്ലാസ്സിനെ പറ്റി നല്ല അഭിപ്രായം. ഇതിന് വന്നപ്പോൾ വീട്ടിൽ എനിക്ക് ആ പണ്ടത്തെ ഇത് വന്നു. വരാണ്ടിരുന്നപ്പോൾ എനിക്ക് വേദനയും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ടായി കാര്യം. പിന്നെ ഇപ്പം എൻജോയ് ചെയ്തപ്പോൾ എനിക്ക് ഹാപ്പിയാണ്. ശരിക്കും പറഞ്ഞാൽ 2 മാസത്തോളായി. ഓക്കെ, ഹാപ്പി അല്ലേ? ഓക്കെ, ണ്ട്. എന്താ പേരെന്താ? സിഞ്ചു. എവിടെ വീട്? അടുത്ത് തന്നെയാണ്. ഇപ്പൊ എത്ര മാസമായി ക്ലാസ്സിൽ വന്നിട്ട്? 2 മാസം. എന്ത് തോന്നുന്നു? ആത്മാർത്ഥമായിട്ട് തന്നെ പറയണം. ഞങ്ങൾ ചോദിച്ചോണ്ട് ഒന്നും പോഴ്ത്തി പറയണ്ട. പിന്നെ ശരീരത്തിന് അത്യാവശ്യം വ്യായാമം കിട്ടുന്നതാണ്. നന്നായിട്ടുണ്ട് പരിപാടി. ഹാപ്പിയാണ്. അപ്പൊ മാനസികമായിട്ട് എന്താണ് നിങ്ങൾക്ക് സുംബ കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം എന്താ? ഭയങ്കര എൻജോയ്മെന്റ് ഉണ്ട് പറഞ്ഞല്ലോ. പിന്നെ നമുക്ക് അത്യാവശ്യം ജോയിന്റ് പെയിനൊക്കെ ഇത്തിരി വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. കുഴപ്പമില്ല, വ്യായാമം കിട്ടുന്നുണ്ട്. അതല്ലേ. ഓക്കെ, പേരെന്താ? ലിതു. ഇപ്പൊ എത്ര മാസമായി വന്നിട്ട്? 2 മാസം. ഇവിടെ തുടങ്ങിയ മുതൽ വരുന്നുണ്ട്. എന്താണ് അഭിപ്രായം?
ആത്മാർത്ഥമായിട്ട് പറഞ്ഞോ? നല്ലതാണ്. എന്താണ് വ്യത്യാസം ഈ സുംബ ഡാൻസും മറ്റുള്ള എക്സസൈസും തമ്മിലുള്ള വ്യത്യാസം? ഇത്തരം കാര്യങ്ങൾ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ കളരിയൊക്കെ ചെയ്യണത്. അപ്പോൾ എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യണത്. അതല്ലേ? ഓക്കെ, അപ്പോൾ സി യു.